അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട മഹത്വമാക്കപ്പെട്ട മുഹറം മാസം നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുക. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തെ മൂമെൻറ്റ്, പരിശുദ്ധമായ മുഹറം മാസം കയറി വരാൻ പോകുന്ന സന്ദർഭം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു 7 കൂട്ടം കാര്യങ്ങൾ. അറിഞ്ഞിരുന്നാൽ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ ഈ തീരാൻ പോകുന്ന ഈ ഒരു വയസ്സിൻ്റെ അവസാന ഭാഗത്ത് ഈ ഒരു വർഷക്കാലം മുഴുവൻ നമുക്ക് നന്മയായി നേടിയെടുക്കാം. എല്ലാ ലാഭവും കിട്ടും. വരാൻ പോകുന്ന പുതിയ വർഷവും റാഹത്തോടെ ആഫിയത്തോടെ രോഗങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാം. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട്, പ്രത്യേകിച്ച് പോരിശയാക്കപ്പെട്ട വിട പറയാൻ അടുത്തിരിക്കുന്ന ഈ പോരിശയാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അഫു അല്ലാഹു നൽകട്ടെ. ഇരുലോക ആഫിയത്ത് അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, കമൻറ്റിൽ സന്തോഷം പറയുന്ന എത്രയോ സഹോദര സഹോദരിമാർ, ഉമ്മ ഉപ്പമാർ കമൻറ്റിൽ എത്ര സന്തോഷം പറഞ്ഞു. എല്ലാവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറ് നീ സന്തോഷത്തിലും റാഹത്തിലും സ്വർഗീയ ആനന്ദത്തിലുമാക്കി കൊടുക്കണേ റബ്ബേ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന മുഹറം മാസം എന്ന് പറയുന്ന ആ പുണ്യം നിറഞ്ഞ മാസം നമ്മുടെ അയലത്ത് വന്ന് നിൽക്കുകയാണ്, ചാരത്ത് നിൽക്കുകയാണ്. ചില്ലറ ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ പരിശുദ്ധ മാസത്തിലേക്ക് കയറും. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ, അതായത് ഒരു വർഷത്തിലെ ആയുസ്സിലെ നമ്മുടെ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ്, അതായത് ഒരു വയസ്സ് തീരാൻ പോകുന്ന ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ നമുക്ക് ലാഭകരമായ നന്മകളും സുഹൃതങ്ങളുമുള്ള അള്ളാഹു പൊരുത്തപ്പെട്ടൊരു ജീവിതം അങ്ങനെയാക്കി മാറ്റാൻ, ഇനി വരാൻ പോകുന്ന നമ്മുടെ ലൈഫിൻ്റെ ഒരു പുതിയ വയസ്സ് അള്ളാഹു നമ്മളെ അങ്ങനെ അതിലേക്കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ പുതിയ വർഷം നമുക്ക് സന്തോഷകരമായ റാഹത്തുള്ള ഹാപ്പിനെസ്സുള്ള ഖൈറും ബറക്കത്തുമുള്ളൊരു വർഷമാകാൻ നിർബന്ധമായും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 7 കാര്യം, അത് നമ്മൾ ഒരിക്കൽ റെഡിയാക്കി വെച്ചാൽ അൽഹംദുലില്ലാ പിന്നെ നമ്മൾ ഒരു കാര്യത്തിലും ബേജാറാകേണ്ടി വരില്ല. അള്ളാൻ്റെ സഹായം എല്ലാറ്റിലും ഉണ്ടാകും. അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ? കയറി വരാൻ പോകുന്ന മുഹറം മാസം പ്രിയപ്പെട്ടവരെ, അത് നിസ്സാരപ്പെട്ടൊരു സംഗതിയല്ല. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ 4 മാസമുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറൂം. നമുക്കൊക്കെ അറിയാം 4 മാസം ഒരു ബഹുമാനമാദരവുള്ള മാസമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മുഹറമുണ്ട്, റജബുണ്ട്, ദുൽഖഅദയുണ്ട്, ദുൽഹിജ്ജ ഉണ്ട്. ഈ 4 മാസങ്ങളുണ്ട്. അതിലൊരു മാസമാണ് ദുൽഹിജ്ജ നമ്മളുള്ളത്. എന്നാൽ ഈ ഖുർആൻ മഹത്വപ്പെടുത്തി അടയാളപ്പെടുത്തിയ 4 മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരഥന്മാരായ ഉലമ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് മുഹറമാണ്. അതിൻ്റെ താഴെയാണ് റജബ്, അതിൻ്റെ താഴെയാണ് ദുൽഖഅദ, അതിൻ്റെ താഴെയാണ് ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളൊക്കെ ഇതിൻ്റെ താഴെയെ മഹത്വത്തിൽ നിൽക്കാൻ വകുപ്പുള്ളൂ. അപ്പോൾ ഉന്നതമായ ഗ്രേഡ് മുഹറം മാസത്തിനാണ്, ഫസ്റ്റ് ഗ്രേഡ് അതിനാണ്. അതുമാത്രമല്ല, പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിൽ ഫസ്റ്റ് ഒന്നാമത്തെ മാസം എന്താ? മുഹറം മാസമാണ്. അതുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുപോലുമല്ല, റമദാൻ പോലുമല്ല. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ഉണ്ടായിട്ടും ഒന്നാമത് ഹിജ്റ വർഷം തുടങ്ങുന്ന റമദാൻ കൊണ്ടല്ല, പിന്നെയോ മുഹറം മാസം കൊണ്ടാണ്. അതിൻ്റെയൊക്കെ ആ ഒരു മഹത്വത്തിൻ്റെ വെറൈറ്റി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയാണ്, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം. അള്ളാഹുവിലേക്ക് നിസ്ബ ചെയ്ത് ചേർത്തി പറഞ്ഞു. ഭയങ്കര പവറാണ്. അള്ളാഹിലേക്ക് എന്ത് ചേർത്താലും അങ്ങനെയാണ്. ഇപ്പോൾ കഅബ മന്ദിരം, കഅബ എന്ന് പറയുന്ന മനോഹരമായ മസ്ജിദ്, അല്ലെങ്കിൽ മനോഹരമായ പള്ളി, അല്ലെങ്കിൽ മനോഹരമായ ആരാധനാലയം, അതിന് ഇത്ര പവർ എന്താ വരാൻ കാരണം? അത് എന്താ? ബൈത്തുല്ലാ, അള്ളാൻ്റെ വീടാണ്, അള്ളാഹുവിൻ്റെ വീട്. അള്ളാഹുവിലേക്ക് ചേർത്തപ്പോൾ എന്ത് പവറാ നോക്കി. അതുപോലെ തന്നെയല്ലേ നാക്കത്തുള്ള,
അള്ളാഹിൻ്റെ ഒട്ടകം സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുഅ്ജിസത്തായി അള്ളാഹു കൊടുത്ത ഒട്ടകം ഉണ്ടല്ലോ, ഖുർആൻ പറയുന്ന ഒട്ടകം. അതെന്താ? നാക്കത്തുള്ള അള്ളാഹിൻ്റെ ഒട്ടകമാണ്. അതുകൊണ്ടാണ് എത്രയോ ലക്ഷക്കണക്കിന് ഒട്ടകങ്ങൾ ഈ ലോകത്ത് വന്നിങ്ങനെ കഴിഞ്ഞു പോയാലും സ്വർഗത്തിൽ ഒരു ഒട്ടകം ഉണ്ടാകുള്ളൂ, അത് നാക്കത്തുള്ള അള്ളാഹിൻ്റെ ഒട്ടകമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഒട്ടകത്തെ ചേർത്തപ്പോൾ അതിന് വലിയ ബഹുമാനമായി, ആദരവായി. തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതകളെ പവറെന്താ? റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ എന്ന് പറയുന്ന മഹത്വമാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് എന്ത് ചേർത്താലും അങ്ങനെയാണ്. അപ്പോൾ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ മാസമായ പരിശുദ്ധ മുഹറം എന്ന ഹദീസിൽ പറയുന്നത്. മാത്രമല്ല നാലാമത്തെ മറ്റൊരു പ്രത്യേകത അക്സറു സവാബ എന്നല്ലേ. മുഹറം മാസത്തിൽ ഒരു നന്മക്ക് അല്ലാഹു 2 3 കൂലിയല്ല, ധാരാളം കൂലി നൽകുമെന്നാണ് ഇമാം റാസി തങ്ങളടക്കം പറഞ്ഞത്. വലിയ പോരിശയാണ്. മാത്രമല്ല ഇതിൻ്റെ ചുരുങ്ങിയത് നമ്മൾ മനസ്സിലാക്കിയ പോരെ പ്രിയപ്പെട്ടവരെ. ഏതാ മാസം? ഏത് മാസത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏതാ കയറി വരുന്നത്? മുഹറം എന്നല്ലേ പറയുന്നത്. എന്താ വാക്കിൻ്റെ അർത്ഥം? ബഹുമാനിക്കപ്പെടേണ്ടത്, ആദരവുള്ളത്, വലിയ മഹത്വമുള്ളത്. പേര് തന്നെ അങ്ങനെയാണ്, വലിയ പോരിശുള്ളതെന്നാണ്. അപ്പോൾ തീർച്ചയായും ഈ പരിശുദ്ധ മാസത്തെ വരവേൽക്കാൻ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം 7 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ക്ലാസ് കേൾക്കണം, മറ്റുള്ളവർക്ക് കൂടെ നന്മ കിട്ടണമെന്ന നെയ്യത്തോടു കൂടെ നമ്മൾ ഷെയർ ചെയ്യണം. അൽഹംദുലില്ലാ. നമുക്ക് നോക്കാം. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധ മാസത്തിൻ്റെ മുഹറം മാസത്തിൻ്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ട ഇപ്പോൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചൊവ്വാഴ്ച മഗ്രിബ് വാങ്കോടെ പിറ കാണാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച മഗ്രിബോടെ ഏതായാലും ഉറപ്പായി. അപ്പോൾ തീർച്ചയായിട്ടും വിദേശത്തേക്ക് അതിന് മുമ്പേ വരും. അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച മഗ്രിബോടെ അതിൻ്റെ സാധ്യത കയറി വരുന്നുണ്ട് വിദേശികളൊക്കെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഏതായിരുന്നാലും പിറ കണ്ടു എന്ന് നമുക്ക് വിവരം ഔദ്യോഗികമായിട്ട് കിട്ടിയാൽ അൽഹംദുലില്ലാ സഡൻ നമ്മൾ പറയേണ്ടത് ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ആ ബഹുമാനത്തോടെ ആദരവോടുകൂടെയുള്ള വെൽക്കം ദുആയാണ്, സ്വീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അല്ലാഹു അക്ബർ, അല്ലാഹു മഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വ ഖൈർ ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി ദിൽ ഹിജ്ജ വജാഅ ബിശഹരി മുഹറം. അൽഹംദുലില്ലാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദുആയാണ്. ഹദീത്തിൽ ആധികാരികമായിട്ട് വന്നിട്ടുള്ളതാണ്. എന്താ? ഈ പുതു വർഷം അല്ലെങ്കിൽ പുതിയ മാസം അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാനിലും സലാമത്തിലുമാക്കണം. ഒരു കുഴപ്പമുണ്ടാകരുത്, ഒരു അപകട രോഗത്തിലൊന്നും ഞങ്ങൾ വീണു പോകരുത്. ഞങ്ങളുടെ ഈമാനും സലാമത്താകണം, ഞങ്ങളുടെ ശരീരവും സലാമത്താകണം, എല്ലാം പ്രൊട്ടക്റ്റഡ് ആകണം. അങ്ങനെ സന്മാർഗമുള്ള നന്മ മാത്രം ചെയ്യാൻ പറ്റുന്ന, തിന്മയിലേക്ക് നോക്കാനോ കേൾക്കാനോ കാണാനോ പറയാനോ തോന്നാത്ത ഒരു ഖൈറായ ഒരു ലൈഫ് ഞങ്ങൾക്ക് നീ സമ്മാനിക്കണം അല്ലാ. എന്നിട്ട് പറയുന്നതെന്നറിയോ? അൽഹംദുലില്ലാ, പടച്ചോനെ സർവസ്തുതിയും എല്ലാ സ്തുതിയും നിനക്കാണ്. എന്തുകൊണ്ട്? ഈ പോരിശയാക്കപ്പെട്ട ദുൽഹിജ്ജ മാസം ഇതാ കടന്നുപോയി. അതാ മനോഹരമായ റജബിനെ, മനോഹരമായ മുഹറം മാസത്തിനെ ഞങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു പറച്ചിലിൽ, അൽഹംദുലില്ലാ എന്നുള്ള പറച്ചിലിൽ അള്ളാഹു ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ വച്ചിരിക്കുന്ന നമുക്ക് തരാൻ പോകുന്ന മുഴുവൻ ഖൈറുകൾക്കും അള്ളാഹു ധാരാളിത്വം, അതായത് ഒരുപാട് വർധനവ് അള്ളാഹു നൽകും. ഇതാണ് ഈ പരിശുദ്ധമായ ദുആയിലൂടെ കിട്ടുന്നത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അത് ഒന്നാമത്തെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, രണ്ടാമത്തെ കാര്യം സൂറത്തുൽ മുൽക്കാണ്. അറിയാലോ, തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, 30 ആയത്തുള്ള സൂറത്ത്. ഒരു 3 മിനിറ്റൊക്കെ മതിയാകില്ല അറിയാവുന്ന ആളുകൾക്ക്. തീർച്ചയായും സുന്നത്താണെന്നുള്ള നിയ്യത്തിൽ മുഹറമിൻ്റെ ആദ്യത്തെ രാവിൽ പാരായണം ചെയ്യണം. അത് വലിയ സൗഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. അത് 30 ദിവസത്തേക്ക് നമുക്കത് മതിയാകുമെന്നാണ്. ഒരായത്തൊരു ദിവസത്തിനാണ്. നമ്മൾ ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരായത്തൊരു ദിവസത്തിന് മതി. 30 ദിവസം കവർ ചെയ്യും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ സൂറത്ത് ഓതുക. മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ പുതിയ വയസ്സിൻ്റെ ആദ്യത്തെ രാവല്ലേ, അതായത് പുതിയ വർഷത്തിൻ്റെ വയസ്സിൻ്റെ ആദ്യത്തെ രാവ്, പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ രാവ് കയറി വരിക. ഈ ആദ്യത്തെ രാവിൽ പരമാവധി നന്മ ചെയ്യുക. നമ്മുടെ ലൈഫിലെ ഒരു പുതിയ വയസ്സിൻ്റെ ആദ്യത്തെ രാവിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ രാവിൻ്റെ മുഴുവൻ പുണ്യം കിട്ടാൻ, മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിൻ്റെ എല്ലാ മഹത്വം കിട്ടാൻ മിനിമം ചെയ്യേണ്ടത് എന്താ? അന്നത്തെ ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ നോക്കണം. മഗ്രിബ്, ഇശാ, സുബഹ് ഒന്ന് മനസ്സ് കൊടുത്താൽ, ഉമ്മമാർ വീട്ടിൽ ജമാഅത്തായി ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അൽഹംദുലില്ലാ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീട്ടുകാർ മതി, ഏറ്റവും വലിയ ബറക്കത്താണ്. ആ രാവിൻ്റെ എല്ലാവിധ ഖൈറുകളും നമുക്ക് ആ ഒരു നന്മയിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടും.
അത് ശ്രദ്ധിച്ചു കൊടുക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ആ രാത്രി നമുക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസത്തെ പകലിൽ നോമ്പുകാരാകാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയായിരിക്കും. കാരണം ഒരു പുതിയ ആയുസ്സിൻ്റെ വർഷത്തിൻ്റെ മരണത്തിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഒരു വയസ്സ് നമ്മൾക്ക് കുറഞ്ഞാൽ മരണത്തിലേക്ക് ഒരു വയസ്സ് കൂടെ നമ്മൾ കൂടി, നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒരു വയസ്സ് കുറഞ്ഞു. ഇനി ആരൊക്കെയാണ് ഈ ഒരു വർഷം മുഹറം മുതൽ വരുന്ന വർഷത്തിൽ ആരൊക്കെയാണ് മരിച്ചത് ഒന്നറിഞ്ഞുകൂടാ. പരമാവധി നന്മ, അതിലേറ്റവും വലിയ നന്മയാണ് മുഹറമിൻ്റെ ആദ്യ ദിവസം നോമ്പുകാരാകുക എന്ന് പറയുന്നത്. ഇവിടെ കിതാബുകളിൽ കാണാം, ദുൽഹിജ്ജയുടെ ലാസ്റ്റ് ദിവസം ഒരാൾ നോമ്പുകാരനായി, അല്ലെങ്കിൽ ഒരു വിശ്വാസിനി നോമ്പുകാരിയായി. ദുൽഹിജ്ജയുടെ ലാസ്റ്റ് ദിവസം, മുഹറമിൻ്റെ ഫസ്റ്റ് ദിവസവും, അങ്ങനെ 2 നോമ്പുകൾ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഒരു വയസ്സിൻ്റെ തീരാൻ പോകുന്ന ലാസ്റ്റ് മൊമെൻറ്റിൽ നോമ്പ്, അടുത്ത പുതിയ വർഷം തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റിൽ നോമ്പ്. ഇത് രണ്ടും കൂടെ സമ്മേളിച്ചാൽ പറ്റുന്നവർക്ക് പിടിക്കാട്ടോ, പറ്റുന്നവർക്ക്, നിർബന്ധമാണെന്നൊന്നുമല്ല പറയുന്നത്, അള്ളാഹു തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല അമല. കിതാബുകളിൽ ചർച്ച കാണുന്നുണ്ട്, ജഅലല്ലാഹു ലഹു കഫാറത്തൻ 50 സന, അള്ളാഹു 50 കൊല്ലത്തെ പാപം പൊറുക്കാൻ ഈ പുണ്യം കാരണമാകും. ദുൽഹിജ്ജയുടെ ലാസ്റ്റ് നോമ്പ്, മുഹറത്തിൻ്റെ ഫസ്റ്റ് നോമ്പ് കഴിയുന്നവർക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പുണ്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടതാണ്, ഒരിക്കലും മാറ്റിവെക്കേണ്ടതല്ല. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് 4ാമത് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാവിൽ വിശ്വാസികൾ 3 വട്ടം പറയേണ്ട ഒരു ദുആ മഹാരഥന്മാരായ സൂഫിയാക്കൾ ഉലമാ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ വകയല്ല. ആ ദുആ മനസ്സറിഞ്ഞ് 3 വട്ടം പറഞ്ഞാൽ ഇബ്ലീസ് വിളിച്ചു പറയുമത്രേ, ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇനി എൻ്റെ ഒരു റോള് നടക്കില്ല, ഇയാൾ പ്രൊട്ടക്റ്റഡാണ്, ഇയാളുടെ അടുത്തേക്ക് പോക്കിനി നടപടിയാകുന്ന കേസല്ല എന്ന് പറയും. മാത്രമല്ല 2 മലക്കുകളെ അള്ളാഹു ഇവരിലേക്ക് ഇറക്കി കൊടുക്കും. ഈ ചൊല്ലുന്ന വ്യക്തികളിലേക്ക് ഈ മനുഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാവലിന് വേണ്ടിയിട്ട് 2 മലക്കുകളെ ഒരു വർഷത്തെ മുഴുവൻ കാവലിന് വേണ്ടി അള്ളാഹു ഇറക്കി കൊടുക്കും. അത്ര വലിയ മനോഹരമായ പരിശുദ്ധമായ ഒരു ദുആയാണ്. ഈ ദുആ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. ഏതാണ് ആ ദുആ? നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫളികൽ അലീം വജൂദിക വകറമികൽ മുഅവ്വൽ വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا. ഇതാണ് ദുആ. ഈ ദുആ പ്രിയപ്പെട്ടവരെ ഒരു 3 വട്ടം, ചെറിയ ദുആയിലെ 1 മിനിറ്റ് പോലും വേണ്ട, ഒന്ന് ചൊല്ലി വെച്ചാൽ എന്താ ഈ ദുആയിൽ പറയുന്നത്? ഹംദും സ്വലാത്തും അള്ളാഹുവിൻ്റെ മഹത്വവും ബഹുമാനമൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്, അള്ളാഹുവേ പടച്ചോനെ, ഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ, ഇതാ ഒരു ന്യൂ ഈറത വന്നിരിക്കുന്നു, ഒരു പുതിയ വർഷം വന്നിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇസ്മത്തിനെ ചോദിക്കുക, പാപസുരക്ഷിതത്വം കാവൽ ചോദിക്കുക, പൈശാചികമായ മുഴുവൻ പ്രശ്നങ്ങളെ തൊട്ടും നിന്നോട് കാവൽ ചോദിക്കുക, പിശാചിൻ്റെ മുഴുവൻ അനുയായ സൈന്യങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുക. എൻ്റെ നഫ്സിൻ്റെ, മനസ്സിൻ്റെ ആവശ്യമില്ലാത്ത താല്പര്യങ്ങളുണ്ടല്ലോ, തെറ്റുകൾ ചെയ്യാനും പറയാനും കാണാനും കേൾക്കാനും വെറുതെ സമയം നഷ്ടപ്പെടുത്താനൊക്കെ നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിനെതിരെ നീ എന്നെ സഹായിക്കണം. അത്തരം ചിന്താഗതി എൻ്റെ മനസ്സിൽ മോശപ്പെട്ട ചിന്താഗതി ഉണ്ടാകരുത്. അത് എനിക്ക് അള്ളാഹു നിന്നിലേക്ക് അടുക്കാനുള്ള വഴി എനിക്ക് എളുപ്പാക്കി തരണം. ഈ പറയുന്ന ദുആണ്ടല്ലോ മനോഹരമായിട്ടൊരു 3 വട്ടം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞാൽ പിശാച് അവിടെ നിന്ന് ജോലി രാജിവെച്ച് പോകും. നമ്മുടെ അടുത്തുനിന്ന് 2 മലക്കുകളെ സഹായത്തിന് വേണ്ടി കിട്ടും. അത് പ്രഗത്ഭമാണ്, ഓർത്ത് ചെയ്യണം. ഇനി 5ാമത്തെ കാര്യം കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. മനോഹരമായ ആയത്തുൽ സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആയാത്തുകളുടെ ലീഡർ ആയത്ത് കുർസി പറയേണ്ട കാര്യമില്ലല്ലോ. മഅൽ ബസ്മലത്തി, ബിസ്മിയോടുകൂടെ 360 തവണ കഴിയുമെങ്കിൽ പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യ ദിവസത്തിൽ നമ്മൾ കുറേശ്ശെയാണെങ്കിലും വേണ്ടില്ല പാരായണം ചെയ്തു വെക്കണം മനോഹരമായിട്ട്. പ്രിയപ്പെട്ടവരെ, ആ പാരായണം കഴിഞ്ഞതിന് ശേഷം 360 ആയത്ത് കുർസി ഓതിയതിനു ശേഷം ഒരു ദുആ കൂടെ പറയുന്നുണ്ട്. ഈ ദുആ കൂടെ നിൻ്റെ കൂട്ടത്തിൽ ചേർത്തി കൊടുത്താൽ, ശേഷം ചെയ്താൽ അൽഹംദുലില്ലാ എല്ലാ ഖൈറും നമുക്ക് കിട്ടും. ആ ദുആ ഒന്ന് പരിചയപ്പെടാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവ്വതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
ഇതാണ്, അള്ളാഹുവേ എൻ്റെ അവസ്ഥ ഹാല് നന്നാക്കി തരണേ പടച്ചോനെ, എൻ്റെ അവസ്ഥകൾ നന്നാക്കണം. നിൻ്റെ ഖുവ്വത്ത്, നിൻ്റെ കഴിവ് കൊണ്ട്, നിൻ്റെ പ്രതാപം കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുക, എനിക്ക് നല്ല അവസ്ഥയും ഹാലും നീ നൽകണേ അല്ലാന്നാ. അപ്പോൾ നമ്മുടെ അവസ്ഥകളൊക്കെ നന്നാകും. രോഗാവസ്ഥയാണെങ്കിലും മാറും, ടെൻഷനാണെങ്കിൽ നീങ്ങിപ്പോകും, ഡിപ്രഷനാണെങ്കിൽ മാറിപ്പോകും, കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ പരിഹരിച്ചു, കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, മക്കളുടെ കാര്യത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ, ഏതാണോ നമ്മളെ ടെൻഷൻ ബാധിച്ചിരിക്കുന്നത് ആ അവസ്ഥ മാറിയിട്ട് ഏറ്റവും നല്ല, ചുമ്മാ നല്ല ഹാലല്ല, ഏറ്റവും നല്ല ഹാല് വരും എന്നാണ് ഈ ദുആഇൻ്റെ പ്രിയപ്പെട്ടവരെ ഫലം പറയുന്നത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ പാരായണം ചെയ്യാം. ഇനി ഉമ്മമാർ പീരീഡ്സിൻ്റെ സമയത്തുള്ളപ്പോൾ പ്രിയപ്പെട്ട നേരത്തെ പറഞ്ഞ ദുആയൊന്നും ചെയ്യുന്ന കുഴപ്പമില്ല. ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ഒരു തടസ്സമാണല്ലോ ഖുർആൻ ഓതാൻ ശറഅ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്കുള്ള ഒരു കാവല് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ നന്നാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹൈറായ ദിക്ർ എന്നുള്ള നിയ്യത്ത് വച്ചിട്ട് വേണമെങ്കിൽ സഹോദരിമാർക്കും മുസഹഫ് തൊടാതെയും എടുക്കാതെയൊക്കെ ഓതാവുന്നതാണ്, കുഴപ്പമില്ല. നിയ്യത്ത് എന്താ നിയ്യത്ത്? ദിക്ർ എന്നുള്ള നിയ്യത്തിൽ ഓതാവുന്നതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ രോഗികളുണ്ടാവും, സമയം കിട്ടാത്തവരുണ്ടാവും, വിശാലമായിട്ട് ചൊല്ലാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. ഇത്രയും 360. എന്നാൽ അടുത്ത ഒരു ഓപ്ഷൻ അതായത് തീരെ ഒരു ഹിഫ്ളിൻ്റെ മനോഹരമായ ആയത്തല്ലേ, അപ്പോൾ അത് തീരെ ബന്ധമില്ലാതെ പോകണ്ട. അതുകൊണ്ടൊരു 11 വട്ടമെങ്കിലും മിനിമം മഅൽ ബസ്മല, ബിസ്മിയോടുകൂടെ ഓതി പ്രിയപ്പെട്ടവരെ ഈ ദുആയും കൂടെ ചെയ്തു കൊടുക്കണം. മിനിമം ഒന്നും ഓതാതിരിക്കരുത്. ഇനി 6ാമത്തൊരു കാര്യം, പരിശുദ്ധമായ മുഹറത്തിൻ്റെ ആദ്യ ദിവസത്തിൽ മനോഹരമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറിയാം നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്, 113 വട്ടം അൽഹംദുലില്ലാഹ് മനോഹരമായിട്ട് എഴുതണം. എങ്ങനെ എഴുതേണ്ടത്, അതിൽ പാലിക്കേണ്ട നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയും. അൽഹംദുലില്ലാഹ് എല്ലാവരും കേട്ട് 113 ബിസ്മി എഴുതാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് മാനസികം ശാരീരികമായൊരു തയ്യാറെടുപ്പ് നിർബന്ധമായിട്ട് എടുക്കുക. അശുദ്ധിക്കാരാണെങ്കിൽ അവർക്ക് ദിക്ർ എന്നുള്ള നെയ്ത്ത്, ഒരു കാവലിൻ്റെ ദിക്ർ എന്നുള്ള നെയ്യത്തിൽ അവർക്ക് എഴുതാവുന്നതാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, 7ാമത്തൊരു കാര്യം, ആശംസകൾ നേരും. അപ്പോൾ സാധാരണ പുതുവത്സരാശംസകൾ നേരുമല്ലോ, അത് മഹാന്മാരായ ഫുഖഹാക്കൾ ഇബ്നു ഹജർ ഹൈതമി തങ്ങളെപ്പോലുള്ള ഗഡ്സുള്ള ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരു വിശ്വാസി അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട്, അതായത് നല്ല നിയ്യത്തോടെ ഒരു ദുആയാണല്ലോ ചെയ്യുന്നത്, ഒരു ആശംസ ദുആ, അത് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. നല്ല നിയ്യത്താകുമ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആശംസയായിട്ട് കൊടുക്കേണ്ടത്? എന്തെങ്കിലും ആശംസ കൊടുക്കല്ല. ആശംസ കൊടുക്കുമ്പോൾ കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, നിങ്ങൾക്ക് എല്ലാ വർഷങ്ങളും ഖൈറായ നന്മയിലാക്കി തരട്ടെ, അല്ലെങ്കിൽ നന്മയിലാകട്ടെ എന്ന് പറയുന്ന ഒരു ദുആയുടെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ ആശംസയുടെ കുല്ലു ആമിൻ വ അൻതും ബിഖൈർ എന്നുള്ള ആശംസ, അത് പുതുവത്സരാശംസയൊക്കെ നേരാം, കുഴപ്പമില്ല, അതൊക്കെ അനുവദനീയമാണ്. അതും ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും മുഹറം മാസത്തിൽ കാത്തിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അൽഹംദുലില്ലാഹ് നമുക്കിതുമായി ബന്ധപ്പെട്ട ഡീപ്പായ ചർച്ചകൾ ചെയ്യാനുണ്ട്. ബിസ്മി എഴുതേണ്ടവർ ഒരുങ്ങിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. മുഹറം മാസത്തിലെ സ്വീകരിക്കാനുള്ളവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട, ചൊല്ലേണ്ട കാര്യങ്ങൾ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله